A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പർ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കായി കേരള കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മോൻസ് ജോസഫ് MLA. കേരള കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വ ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ ഒരു പ്രവർത്തനം ഈ ജില്ലയിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ കുടിയേറ്റ മേഖലകൾ, കാർഷിക മേഖല, അതെല്ലാം പാർട്ടിയുടേതായ ഒരു ഇടപെടലിലൂടെ UDFന്റെ വിജയത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിട്ടുള്ളത്. അതുപോലെ പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് മലപ്പുറം ജില്ലാ ക്യാമ്പ് ഇവിടെ നിലമ്പൂരിൽ വെച്ച്, നിലമ്പൂർ നിയോജകമണ്ഡലത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്താനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും UDF വിജയിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്. അല്ല, സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ നടക്കേണ്ട കാര്യമാണ്. കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസും, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ്, മറ്റു ഘടകകക്ഷികൾ അവരുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന രീതിയാണ് UDFിലുള്ളത്. അപ്പോൾ ഞങ്ങൾ UDFന്റെ ഭാഗമായി കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഉള്ള ഘടകകക്ഷികളോട് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചത് പ്രകാരം AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി എല്ലാ ഘടകകക്ഷി നേതാക്കളോടും ആശയവിനിമയം നടത്തിയിരുന്നു. പൊതുവായി UDFന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് അതിൽ പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാർ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിലമ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു ആഗ്രഹം കേരള കോൺഗ്രസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അത് അവർക്ക് വിട്ടിരിക്കുന്ന കാര്യമാണ്. ആരെ കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചാലും ഏത് സ്ഥാനാർത്ഥിയാണോ UDF സ്ഥാനാർത്ഥിയായി വരുന്നത് ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഇല്ല, ഞങ്ങൾ ഒരു പേരിലേക്കും കടക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഇന്ന പേര് എന്ന് പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ ഒരിക്കലും അത് ഉചിതമല്ല, ശരിയല്ല. UDFിലെ കീഴ്വഴക്കവും അതാത് പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് പാർട്ടി അവർ ഉചിതമായ സ്ഥാനാർത്ഥിയെ ഇവിടെ നിശ്ചയിക്കും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് അടക്കം എല്ലാ ഘടകകക്ഷികളും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രംഗത്ത് വരും. UDF ഒറ്റക്കെട്ടായി വർക്ക് ചെയ്യും. സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പേഴ്സ്.